we have been discussing about the continuous distributions, and there are so many standard distributions among the continuous distributions, which we have seen the uniform distribution. Uniform distribution എന്ന് പറഞ്ഞാൽ എ ബി തൊട്ടിട്ട് എ തൊട്ട് ബി വരെയുള്ള ഒരു ഇൻ്റർവെല്ലിൽ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കർവായിട്ട് വരുന്ന രീതിയിൽ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ട കേസാണ്. And next standard distribution that we are going to discuss is the normal distribution. ഇതാണ് ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിൽ അല്ലെങ്കിൽ തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് ദാറ്റ് വി നോ ഷോസ് എ ടെൻഡൻസി ടു ഗോ ടു ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സം വേ. അതായത് ഏത് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ബൈനോമിയൽ ആവട്ടെ, പോയിസൺ ആവട്ടെ, ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് വളരെ വലുതാക്കി കഴിഞ്ഞാൽ ദേ ഓൾ ഗോ ഷോ എ ടെൻഡൻസി ടു ബിഹേവ് ലൈക്ക് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഈസ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മൈറ്റ് ഹാവ് സീൻ ദി നെയിം. അത് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് ഒരു പീക്ക് വാല്യൂവിലെത്തും. ദെൻ ഓൺവേർഡ്സ് ഇറ്റ് വിൽ ഡിക്രീസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് സ്ലോലി ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് സീറോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് വിളിക്കുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പ്രാക്ടിക്കലി വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കോവിഡ് കേസസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള പല കേസസിലും നമുക്ക് കാണാം ദ നമ്പർ ഓഫ് കേസസ് വിൽ സ്റ്റാർട്ട് വെരി സ്ലോലി. അതായത് വളരെ സ്മോൾ നമ്പേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ഇൻക്രീസ് ചെയ്തൊരു പീക്ക് വാല്യൂലെത്തും. നമ്മൾ സാധാരണ എക്സ്പെക്റ്റഡ് പീക്ക് വാല്യൂ ജൂലൈ ആണ്, അങ്ങനെ ഒരു ടൈമൊക്കെ പറയാറുണ്ട് സാധാരണ അതിൻ്റെ ഒരു കർവ് വെച്ചിട്ട്. അങ്ങനെ ഒരു പീക്ക് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഷോ എ ടെൻഡൻസി ടു ഡിക്രീസ്. ആ ഒരു ബിഹേവിയറിൽ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അത് ഒരുവിധം എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും അങ്ങനെ ഒരു ടെൻഡൻസിയാണ് കാണിക്കുക. നോർമലി അത് ഇങ്ങനെയൊരു പീക്ക് വാല്യൂയിലേക്ക് പോയിട്ട് ഡിക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും സാധാരണ കണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിക്കവാറും എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും എന്ത് ചെയ്യും, ഈ നോർമലൈസ് ചെയ്യാനുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. either the distribution or some variant of the distribution will show a tendency to normalize. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആണ് അതിനുണ്ടാവുക. പക്ഷെ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് a continuous random variable capital X is said to follow the normal distribution, which is written as capital X following normal distribution with the parameters mu and sigma അല്ലെങ്കിൽ sigma square എന്ന് എഴുതാറുണ്ട്. mu or sigma square, sigma എന്ന് എഴുതാം, sigma square എന്ന് എഴുതാം, doesn't matter. n mu sigma എന്ന് മാത്രം എഴുതിയാലും മതി. if the probability density function is given by this, അതായത് അതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് എന്തായിരിക്കണം, it should be equal to 1 by root of 2 pi into sigma is outside the root, e raised to minus x minus mu the whole square divided by 2 sigma square. അത് e raised to minus of x minus mu the whole square divided by 2 into sigma square, okay, multiplied with 1 by sigma വേണേ ഫ്രണ്ടിലിടാം in order to avoid confusion about the root. ഈ ഒരു ഫംഗ്ഷൻ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹിയർ എക്സ് വാരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇറ്റ് വാരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ കർവ് എപ്പോഴും നോൺ സീറോ ആണ്. അതായത് ഇറ്റ് സ്ലോലി സ്റ്റാർട്ട്സ് ആൻഡ് ഗോ ടു എ ഹൈറ്റ് ആൻഡ് ദെൻ ഗോ ടു ദ പീക്ക് വാല്യൂ ആൻഡ് ദെൻ റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി ഒരു സ്റ്റേജിന് ശേഷം അത് വളരെ മൈന്യൂട്ട് ആയിക്കൊണ്ടിരിക്കും, അതായത് വളരെ ലെസ് ആയിക്കൊണ്ടിരിക്കും, പക്ഷെ അത് സീറോ ആവുന്നില്ല. ഇൻഫിനിറ്റിയിലേ അത് സീറോ ആവുള്ളൂ, രണ്ട് സൈഡിലും ഇൻഫിനിറ്റിയിലേ അത് സീറോയിലേക്ക് മാറുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ സീറോ ആക്ച്വലി. at every point there is a slight probability. Okay, and you can see that e raised to ഒക്കെ പോസിറ്റീവ് ആണ്, 1 by root of 2 pi പോസിറ്റീവ് ആണ്, സിഗ്മ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതത്ര എളുപ്പമല്ല. യു നീഡ് ടു നോ ഹൗ ടു ഇന്റഗ്രേറ്റ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഇതിന്റെ ഇന്റഗ്രൽ അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ്. വിൽ നോട്ട് ബി ഡിസ്കസിങ് ദിസ്, വിൽ ബി അസ്യൂമിങ് ദിസ്. ഓക്കെ, ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അപ്പോൾ വി ക്യാൻ യൂസ് ദാറ്റ് ടു ഷോ ദിസ്. ഓക്കെ, now we can show that the mean of the normal distribution is
mu, and the variance is sigma square. അതുകൊണ്ടാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സിന് മ്യൂന്നും സിഗ്മ സ്ക്വയറിനും കൊടുക്കുന്നത്. ഓക്കെ, മീൻ എന്തായിരിക്കും? ഈ മ്യൂ, ഇതിലുള്ള ഈ മ്യൂ തന്നെയാണ് മീനായിട്ട് വരിക. ആൻഡ് ഇവിടെ ഡിനോമിനേറ്ററിലുള്ള സിഗ്മ, ഇവിടെയുള്ള സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ആണ് വാരിയൻസ് ആയിട്ട് വരിക. ഓക്കെ, ലെറ്റ് us see how the mean is coming like that. Okay, so what does mean? Mean is expectation of x, which is in this case integral x into f of x dx ആണ് അല്ലേ. f of x dx ആണ് from minus infinity to plus infinity. So this can be written as integral minus infinity to infinity. ഇവിടെ f of x ന്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു x മൈനസ് മ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സിനെ എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് എഴുതും. എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ into f of x dx എന്ന് എഴുതും. Simply rewriting. Okay, now this can be split into two integrals. Integral minus infinity to infinity x minus mu into f of x dx. f of x is 1 by 2 pi root of 2 pi into sigma e raised to minus x minus mu the whole square divided by 2 sigma square dx plus integral minus infinity to infinity, and this is mu. Mu is a constant, so mu into 1 by root of 2 pi ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ mu by root of 2 pi into sigma എന്ന് എടുക്കാം. e raised to minus, sorry, അതിൻ്റെ ആവശ്യമില്ല. What you can do is you can easily evaluate this. There is a technique to evaluate this. You can do this as this. Integral minus infinity to infinity. This mu is a constant, അല്ലേ. അപ്പോൾ mu into mu നമുക്ക് പുറത്തേക്ക് എടുക്കാം. Integral f of x dx കിട്ടും. Okay, now what is integral f of x dx? This is going to be 1. Minus infinity to infinity f of x dx ന്റെ വാല്യൂ 1 ആണെന്ന് ഞാൻ പറഞ്ഞു. This is equal to 1. So this has not been proved, but we will assume. Okay, we can prove it if you want, but you should know the integral of e raised to minus x square. That's all. Okay, so the question is, what is this? അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ integral minus infinity to infinity ഈ 1 by root of 2 pi ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം into sigma. This is x minus mu into e raised to minus x minus mu the whole square divided by 2 sigma square dx അല്ലേ. Okay, now what you can see is if you put x minus mu by sigma equal to a constant, equal to a new variable z, then what happens is this x minus mu becomes, x minus mu can be written as sigma z അല്ലേ. അതേപോലെ ഡി എക്സിനെ നമുക്ക് എന്ത് എഴുതാം? ഡി എക്സിന് സിഗ്മ ഡി സെഡ് എന്ന് എഴുതാം. ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ദി variable to a new variable z. So this is equal to 1 by root of 2 pi sigma integral. അതേപോലെ എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ് മൈനസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി എന്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും, അതേപോലെ എന്ത് പോസിറ്റീവ് നമ്പറോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ഇൻഫിനിറ്റി തന്നെയായിരിക്കും. So z will be having values from minus infinity to infinity, and this will be sigma z into e raised to minus z square by 2 വരുന്നത്. അതേപോലെ ഇത് സിഗ്മ ഡി സെഡ് വരും. ഓക്കെ, ഒരു സിഗ്മയൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്ട് ഐ വാണ്ട് ടു സേ ഇസ് ദിസ് ഇസ് ഈക്വൽ ടു 1 by സിഗ്മ ക്യാൻ ബി ടേക്കൺ ഔട്ട്, സിഗ്മ ബൈ റൂട്ട് പൈ. ഓക്കെ, ഇവിടെ പ്ലസ് ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം mu into 1 ആണ്, mu ഉണ്ട്. സോ ഹിയർ ദർ ഇസ് എ mu പ്ലസ് mu ഹിയർ. ഓക്കെ, integral minus infinity to infinity z into e raised to minus z square by 2 dz. Okay, plus mu എന്ന് വരും. Now what is this? e raised to minus z square എന്ന് പറയുന്നതിൽ z ന് പകരം മൈനസ് z കൊടുത്തു കഴിഞ്ഞാലും you get the same expression അല്ല. z ന് പകരം മൈനസ് z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ it is going to be the same. z ന്റെ സ്ക്വയർ അല്ലേ ഉള്ളത്, അപ്പോൾ നെഗറ്റീവിന് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. So this is an even function. This is an even function. And ഇവിടെ z ന് പകരം മൈനസ് z കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. ഈവൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? ഓഡ് വരും. ഒരു ഓഡ് ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദിസ് ക്വാണ്ടിറ്റി വിൽ ബിക്കം 0 ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ ബൈ റൂട്ട് ഓഫ് 2 പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് അവിടെ ഉണ്ട്, പക്ഷേ ഇൻറ്റു 0 അടിക്കുന്നുണ്ട് 0 പ്ലസ് മ്യൂ എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് യുവർ എക്സ്പെക്ടേഷൻ ബിക്കംസ് മ്യൂ. എക്സ്പെക്ടേഷൻ്റെ വാല്യൂ വരിക മ്യൂ ആണ്. Okay, mean is equal to mean of binomial distribution is equal to mu എന്ന് വരും. ഓക്കെ, ആകെ നമ്മളിതേ ചെയ്തുള്ളൂ. എക്സിന് പകരം എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് എഴുതി.
എന്നിട്ട് ആ പ്ലസ് മ്യൂ ഉള്ള ക്വാണ്ടിറ്റിയിൽ ആ മ്യൂ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അത് എപ്പോഴും 1 ആയിരിക്കും. ഇസ് ഈക്വൽ ടു 1. അപ്പോൾ മ്യൂ ഇൻറ്റു 1 എന്ന് കിട്ടി. ഈ ക്വാണ്ടിറ്റി എന്താണെന്ന് പറയാം? ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഡിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ തന്നെ ഓടാണെന്ന് പറഞ്ഞാലും മതി. യു ജസ്റ്റ് മെൻഷൻ ദാറ്റ് ദിസ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ സോ ദാറ്റ് ഇറ്റ്സ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 0. ഓഡ് ഫംഗ്ഷനെ മൈനസ് എ ടൈപ്പുള്ള ഏത് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ഈസ് ഗോയിങ് ടു ബി 0. Okay, so 0 plus mu is equal to mu എന്ന് കിട്ടും. Therefore mean is equal to mu. Okay, next we are trying to find the variance. അപ്പോൾ mean കിട്ടി, mean mu എന്ന് കിട്ടി. Now let us try to find the variance of the normal distribution, and you need to show that it is sigma square. Okay, and ഇവിടെ we are trying to find it. So what is variance of x? സാറ് നമ്മൾ variance of x ന് ഫോർമുല യൂസ് ചെയ്യാറ് expectation of x square minus expectation of x whole square എന്നാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. variance of x is equal to, നമുക്കറിയാം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ തന്നെ എടുക്കാം, x minus mu the whole square എന്നാണ് variance-ന്റെ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അത് തന്നെ യൂസ് ചെയ്യാം, കാരണം നമ്മുടെ ഫംഗ്ഷനിൽ അതുണ്ട്, എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിൽ x minus mu ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഈ ഫോർമുല വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x minus mu the whole square into f of x. What is f of x? F of x is 1 by sigma root of 2 pi into e raised to minus x minus mu the whole square divided by 2 sigma square എന്ന് വരും dx. Okay, now this is, as I said, you can put x minus mu divided by sigma equal to z, so that you can replace x minus mu by sigma z. So dx is nothing but sigma into dz, sigma times dz വരും. So this becomes integral minus infinity to infinity x minus mu എന്ന് പറയുമ്പോൾ sigma z ആണ് വരിക. So sigma square z square into 1 by sigma root of 2 pi, okay, into e raised to minus ഇത് z square divided by 2 ആവും, z square divided by 2 ആവും. സിഗ്മ ഡി സെഡ് വരും, സിഗ്മ ഡി സെഡ് വരും. സോ ഈ സിഗ്മയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് യു ഹാവ് ഇസ് ദിസ്. So this is equal to 2 root of 2 pi. Okay, so this is sigma square divided by root of 2 pi integral minus infinity to infinity z square into e raised to minus z square by 2 ആണ്. Now എല്ലാ ഇസഡും ഇസഡ് സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇസഡിന് വേറെ നമ്മൾ മൈനസ് ഇസഡ് കൊടുത്തു കഴിഞ്ഞാലും ഇസഡ് സ്ക്വയർ ഇസ് ഗോയിങ് ടു ബി എക്സാക്ട്ലി സെയിം ആസ് മൈനസ് ഇസഡ് സ്ക്വയർ, രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് മൈനസ് സെഡ് ഈക്വൾ ടു എഫ് ഓഫ് സെഡ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ദിസ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇൻ്റഗ്രൽ 0 ടു എ, ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, മൈനസ് എ ടു എ, ഒരു ഈവൻ ഫംഗ്ഷനെ നമുക്ക് എന്തെഴുതാം, 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എ ദ സെയിം ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 കൊടുത്തു, 0 ടു ഇൻഫിനിറ്റി ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 2, മൈനസ് സെഡിൻ്റെ പുറത്താണ് ഡി സെഡ് എന്ന് വരും. സോ യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, നൗ what I do is I'll do another substitution. So next substitution is z square by 2 ന് u എന്ന് കൊടുക്കുക. z square by 2 is taken as u. അപ്പോൾ നമുക്ക് what you can do is ഇത് രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ du by dz എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2z എന്ന് കിട്ടും. അതായത് 2z dz ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു du എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാൻ പറ്റും. z dz is equal to du എന്ന് എഴുതാം. z dz is equal to du എന്ന് എഴുതാം. ഓക്കെ, സോ യു ക്യാൻ റീപ്ലേസ് z ബൈ dz ന് നമുക്ക് എന്ത് എഴുതാം, du ബൈ z എന്ന് എഴുതാം, du ബൈ z എന്ന് എഴുതാം. ഓക്കെ, നൗ വാട്ട് ഈസ് z? സോ z ക്യാൻ ബി റിട്ടൺ as z സ്ക്വയർ ഈക്വൽ ടു 2u ആണ്. അപ്പോൾ z ന് നമുക്ക് എന്ത് എഴുതാം, റൂട്ട് ഓഫ് 2u എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ du ബൈ റൂട്ട് ഓഫ് 2u എന്ന് എഴുതാം, root of 2u. That's equal to 2 sigma square divided by root of 2 pi integral 0 to infinity. Again u ലേക്ക് മാറ്റിയാലും z 0 ആകുമ്പോൾ u 0 ആവും, z infinity ആകുമ്പോൾ u infinity ആവും. So this is z square നമുക്ക് 2u എന്ന് എഴുതാം, 2u e raised to minus u du divided by root of 2u എന്ന് എഴുതാം, root of 2u
u is under the root. Okay, so ഈ റൂട്ട് ടു ഒരു റൂട്ട് 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഈ റൂട്ട് 2വിനെ നമുക്ക് ഈ റൂട്ട് 2വിനെയും ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഈ റൂട്ട് യു ക്യാൻസൽ ചെയ്യുമ്പോൾ റൂട്ട് യു ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ അഗൈൻ റൂട്ട് യു വരും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി e raised to minus u into root u വരും. ഓക്കെ, u raised to half e raised to minus u du എന്നാണ് വരിക. ഓക്കെ, so this can be written as, so this is denominatorലെ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി. So it is 2 sigma square divided by root of pi integral 0 to infinity u raised to half ആണ്. u raised to halfനെ നമുക്ക് half, okay, u raised to half into e raised to minus u du എന്ന് കിട്ടും. Okay, is it okay? Now erase this thing because this already is been done. Now this is equal to, ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 sigma square divided by root of pi എന്ന് കിട്ടും. root of pi integral 0 to infinity u raised to, ഇതിനെ നമുക്ക് ഹാഫിന് നമുക്ക് 3/2 minus 1 എന്ന് എഴുതാം. e raised to minus u du എന്ന് എഴുതാം. Now നമുക്കൊരു ഗാമ ഫംഗ്ഷൻ ഉണ്ട്. ഗാമ പി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ്സ് എ ഡെഫിനിഷൻ, ഇന്റഗ്രൽ 0 to infinity e raised to minus x into x raised to p minus 1 dx എന്നാണ്. e raised to minus x into x raised to p minus 1 dx ന്റെ അതിന്റെ ഇന്റഗ്രൽ ഫ്രം 0 to infinity ആണ് നമ്മൾ ഗാമ പി എന്ന് വിളിക്കുന്നത്. So in that, if you follow that notation, this is nothing but 2 sigma square divided by root of pi into gamma 3/2 എന്ന് കിട്ടും. gamma 3/2 എന്ന് കിട്ടും. ആൻഡ് gamma 3/2ന് gamma p എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഫാക്ടോറിയൽ ആണ്. gamma p നമുക്ക് എന്ത് ചെയ്യാം, അതിന്ന് p minus 1 into gamma p minus 1 എന്ന് എഴുതാം. gamma p minus 1, this will be taught when you discuss about gamma distribution. തൽക്കാലം ഈ gamma 3/2നെ നമുക്ക് ഹാഫ് ഇൻറ്റു, അതായത് ഒരു വാല്യൂ മൈനസ് ചെയ്യാം. ഗാമ 7നെ നമുക്ക് 6 ഇൻറ്റു ഗാമ 6 എന്ന് എഴുതാം. ഗാമ 6നെ നമുക്ക് വീണ്ടും 5 ഇൻറ്റു ഗാമ 5 എന്ന് എഴുതാം. അങ്ങനെ 1 മൈനസ് ചെയ്തിട്ട് ഗാമയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ യു ക്യാൻ ജനറലി റൈറ്റ് ഗാമ പി ഈസ് ഈക്വൽ ടു പി മൈനസ് 1 ഇൻറ്റു ഗാമ പി മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, so this can be written as 2 sigma square divided by root of pi into 3/2 minus 1 എന്ന് പറയുമ്പോൾ ഹാഫ് വരും, ഇൻറ്റു ഗാമ ഹാഫ് എന്ന് വരും. Now you can cancel this 2 and this 2, and gamma halfന്റെ വാല്യൂ is fixed as root pi. ഇതിന്റെ വാല്യൂ root of pi ആണ്. ഇത് നമ്മൾ പഠിക്കും, ഗാമ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ root of piയും ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ സിഗ്മ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് അപ് ടു ദിസ് ഇറ്റ് ഈസ് ക്ലിയർ. ഫ്രം ദിസ് യു നീഡ് ടു ടേക്ക് ദി ഹെൽപ്പ് ഓഫ് ദി ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഈ ഒരു പ്രോപ്പർട്ടിയും യൂസ് ചെയ്യണം. ഈ ഒരു പ്രോപ്പർട്ടിയും ഗാമ ഹാഫിന്റെ വാല്യൂ റൂട്ട് ഓഫ് പൈ ആണ് എന്നൊരു ഇതൊരു പ്രോപ്പർട്ടിയാണ്. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് പൈ. ഗാമയുടെ വാല്യൂ ഒക്കെ ടേബിൾ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഗാമ ഹാഫിന്റെ വാല്യൂ നോക്കിയാൽ നമുക്ക് കാണാം റൂട്ട് ഓഫ് പൈ എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ വരും. അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ultimately you get the variance is equal to sigma square. Okay, now let us see the normal curve. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂവും സിഗ്മയും മാറുന്നതനുസരിച്ച് കർവ് എന്താവും, കർവ് മാറി മാറി വരും. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കർവാണ് എടുത്തത്, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്നൊക്കെ വിളിക്കും. ആൻഡ് ഇവിടെ മ്യൂ ഈക്വൽ ടു 80, ഇവിടെ ഇപ്പം മ്യൂ ഈക്വൽ ടു 0യും സിഗ്മ ഈക്വൽ ടു 1ഉം എടുത്താൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും, കർവ് ഇങ്ങനെ വരും. അങ്ങനെ വരെ മ്യൂ ഈക്വൽ ടു 80യും സിഗ്മ ഈസ് ഈക്വൽ ടു 15 എടുക്കുകയാണെങ്കിൽ കർവ് കുറച്ചും കൂടെ ഫ്ലാറ്റൻഡ് ആയിരിക്കും. ഫ്ലാറ്റൻഡ് ആവുക എന്ന് കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് കർവാണ്. ഈ സൈഡ് ഇങ്ങനെ ആക്കുക, ഫ്ലാറ്റൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആക്കുന്നതിനാണ് നമ്മൾ ഫ്ലാറ്റൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ, മ്യൂവിൻ്റെ വാല്യൂയും സിഗ്മയുടെ വാല്യൂയും ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് അത് പല പല ഷേപ്പിലാണ് വരിക. ഷേപ്സ് ആർ ഓൾ ബെൽ ഷേപ്ഡ്. ബെല്ലിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഷേപ്പാണ് ഉണ്ടാവുക എപ്പോഴും കർവിന്. ഓക്കെ, ആ ബെല്ല് ചിലപ്പോൾ കൂർത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഫ്ലാറ്റൻഡ് ആയിരിക്കും, അങ്ങനെ ആവാമെന്ന് മാത്രം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ നോർമൽ കർവ് ഇസ് സിമെട്രിക് അബൌട്ട് എക്സ് ഈക്വൽ ടു മ്യൂ. എക്സ് ഈക്വൽ ടു
മ്യൂ എന്ന് പറയുന്നത് 80 ആണല്ലോ. അപ്പം എക്സ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ ഈ സൈഡിലേക്ക് എങ്ങനെയാണ് ഉള്ളത് അതിൻ്റെ എക്സാക്ട്ലി സെയിം ആയിരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവുക. ഓക്കെ, ഇവിടുന്ന് ഉണ്ടാകുന്ന ഇൻക്രീസും ഇവിടുന്ന് ഉണ്ടാകുന്ന ഡിക്രീസും ഒരേപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, and the maximum value of this function is attained at this mean value. ഈ 80 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇതിൻ്റെ മാക്സിമം വരിക. അതേപോലെ ഇതിൻ്റെ മീൻ വാല്യൂ 100 ആയതുകൊണ്ട് 100ൻ്റെ നേരെ മേലെ നോക്കിയാൽ എഫ് ഓഫ് പ്രോബബിലിറ്റി മാക്സിമം വരെ ഈ 100ൻ്റെ അറൗണ്ട് ആയിരിക്കും. 100ൻ്റെ അടുത്തേക്ക് പ്രോബബിലിറ്റി, ഇവിടെ ഒരു ഇൻ്റർവൽ എടുത്ത് 100ൻ്റെ പ്രോബിലിറ്റി 0 ആയിരിക്കും, പക്ഷേ 100ൻ്റെ അറൗണ്ട് ആയിട്ട് ഒരു ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ ദ പ്രോബിലിറ്റി ഈസ് ഗോയിങ് ടു ബി ഹൈ. ഓക്കെ, ഏറ്റവും പീക്ക് വാല്യൂ എവിടെയാണ് വരിക? ഇവിടെ അതേപോലെ 0യിൽ ആണ് പീക്ക് വാല്യൂ വരിക. ഇങ്ങോട്ട് പോകുന്നതോറും വാല്യൂ കുറയും. 0യുടെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നതനുസരിച്ച് വാല്യൂ കുറഞ്ഞു വരും. സോ മീൻ ഈസ് ദ പീക്ക് പോയിന്റ് ഓഫ് ദ കർവ്. ആൻഡ് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ടോ അത്രയും പ്രോബിലിറ്റിയാണ് ലെഫ്റ്റ് സൈഡിലേക്ക്. ആൻഡ് കർവ് സിമെട്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻ 0.5 പ്രോബിലിറ്റി, ടോട്ടൽ പ്രോബിലിറ്റി 1 ആണല്ലോ. ഏരിയ അണ്ടർ ദ കർവ് ഇസ്, ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഇസ് 1. സോ ഇത് ഈക്വൽ ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 0.5 ഈ സൈഡിലും 0.5 ഈ സൈഡിലുമാണ് പ്രോബബിലിറ്റി കിടക്കുന്നത്. അങ്ങനെ പ്രോബബിലിറ്റിയെ രണ്ട് സൈഡിലേക്കും ഹാഫ് ഹാഫ് ആയിട്ട് 0.5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീഡിയൻ എന്ന് വിളിക്കുക. വി ഹാവ് ഡിഫൈൻഡ് മീഡിയൻ ഇൻ പ്രീവിയസ് ക്ലാസ് അല്ലേ? മീഡിയൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയൻ വാസ് ഡിഫൈൻഡ് ആസ് ആഫ്റ്റർ ദി പെർസെൻറ്റൈൽ. മീഡിയൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ 0.5 ലെഫ്റ്റ് സൈഡും 0.5 ലൈ എബോവ് ആൻഡ് 0.5 50% ബിലോയും 50% എബോവും വരുന്ന ആ ഒരു പോയിന്റ് ആണ്. ഇവിടെ മീൻ തന്നെയാണ് എന്തായിട്ട് വരിക? മീഡിയൻ ആയിട്ട് വരിക. കാരണം മീൻ വാല്യൂ ആണ് പീക്ക്. ആ പീക്കിൽ തന്നെ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഈക്വൽ ഹാഫ് ആയിട്ടാണ് കർവ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, കർവിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. മീഡിയൻ ഇസ് ദ സെയിം. ഓക്കെ, ദാറ്റ്സ് മീൻ. ഓക്കെ, സോ സിഗ്മ ആൻഡ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ മീനിൻ്റെ പ്രത്യേകത അതാണ്, ഈ ഫംഗ്ഷൻ്റെ പീക്ക് വാല്യൂ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് ഈ മീൻ മ്യൂ എക്സ് ഈക്വൽ ടു മ്യൂ ആകുമ്പോഴാണ്. മാക്സിമം അറ്റൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എഫ് ഡബിൾ ഡാഷ് എക്സ് നെഗറ്റീവ് ആകുമ്പോഴാണ് മാക്സിമം അറ്റൈൻ ചെയ്യുക. അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിഗ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിഗ്മ നമുക്ക് തരുന്നത് ഈ മീൻ വാല്യൂ എന്ന് ഇതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട്, അതിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമുക്ക് എന്ത് തരുന്നത്? സിഗ്മ തരുന്നത്. ഓക്കെ, ആൻഡ് വെൻ സിഗ്മ ഈസ് ലാർജ്, സിഗ്മ ലാർജ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കർവ് ഫ്ലാറ്റൻഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് സിഗ്മ 5 ആകുമ്പോൾ കർവ് കുറച്ചും കൂടെ ഷാർപ്പാണ്, അല്ലെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള കർവാണ് വരുന്നത്. വേറെ സിഗ്മ 15 ആകുമ്പോഴേക്കും എന്തായി? കർവ് ഫ്ലാറ്റൻഡ് ആയി. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ഈ കർവിൻ്റെ ബിഹേവിയർ ഉണ്ടാവുക. നോർമൽ കർവിൻ്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമുക്ക് 1 by 1 ജിയോമെട്രി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. വി ആർ നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽ. അപ്പോൾ ആ കർവിൻ്റെ ജസ്റ്റ് ഫിസിക്കൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. Okay, so that's all about the normal distribution, general normal distribution. There is something called standard normal distribution, which is actually this mean mu sigma 1 വരുന്ന കേസിൽ നമുക്ക് standard normal distribution എന്ന് പറഞ്ഞ distribution ഉണ്ട്. That's actually a special case of this one, with the mean mu is equal to 0 and variance sigma square is equal to 1. Okay, so that's all for an introduction. So thank you.